ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നിഷ കൃഷ്ണൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോഡി ക്ലെൻസിങ്ങിൻ്റെ 6ാമത്തെ ഡേ പ്രാക്ടീസാണ്. നമുക്ക് പ്രാക്ടീസിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഓം ചാൻഡിങ് തുടങ്ങിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഓം ചാൻഡ് ചെയ്താൽ ഓം 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 ഓം. ഇനി നമുക്ക് അടുത്ത പ്രാക്ടീസിലേക്ക് കടക്കാം. ബ്രീത്തിങ് ആണ് ഇനി നമ്മൾക്ക് പ്രാണായാമത്തിൽ ചെയ്യാൻ പോകുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വട്ടം ഇൻഹെയിൽ ചെയ്യുക, 2 വട്ടം റീറ്റെയിൻ ചെയ്യുക, ഒരു 3 വട്ടം എക്സെയിൽ ചെയ്യുക. ഇങ്ങനെ ചെയ്യാം. നമുക്ക് ചെയ്യാം. ഇൻഹെയിൽ 1 2 3, റീറ്റെയിൻ 1 2, എക്സെയിൽ 1 2 3, ഇൻഹെയിൽ 1 2 3, retain 1 2, exhale 1 2 3, inhale 1 2 3, retain 1 2, exhale 1 2 3, inhale 1 2 3, retain 1 2, exhale 1 2 3. ഇനി നമുക്ക് പ്രാണായാമത്തിൽ തന്നെ മറ്റൊരു പ്രാക്ടീസ് ചെയ്യാം. ഇൻഹെയിൽ ചെയ്യുമ്പോൾ എല്ലാ ശാന്തി സമാധാനവും നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നതായി കാണാം. എക്സെയിൽ ചെയ്യുമ്പോൾ എല്ലാ ടെൻഷൻസും നിങ്ങളിൽ നിന്ന് പോകുന്നതായിട്ട് കാണാം. ഇൻഹെയിൽ ശാന്തി സമാധാനവും ഒക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നതായിട്ട് നിറയുന്നതായിട്ട് കാണാം. എക്സെയിൽ എല്ലാ ടെൻഷൻസും മസിലിലുള്ള ടെൻഷൻസും ശരീരത്തിലുള്ള ടെൻഷനും ഒക്കെ ഒഴുകി പോകുന്നതായിട്ട് കാണാം. ഇൻഹെയിൽ സമാധാനവും ശാന്തിയും ഒക്കെ ഉള്ളിൽ നിറയുന്നതായിട്ട് കാണാം. എക്സെയിൽ എല്ലാ ടെൻഷൻസും പോകുന്നതായിട്ട് കാണാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പ്രാക്ടീസിലേക്ക് കടക്കുകയാണ്. അടുത്ത പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ബെയർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നതാവും, അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു സിറ്റുവേഷന് നിങ്ങൾ ഓവർകം ചെയ്യുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ നിൽക്കാനുള്ളൊരു എക്സസൈസ് ചെയ്യാം. പ്രസൻറ്റ് മൊമെൻറ്റിൽ നിൽക്കാൻ ആദ്യം നിങ്ങളുടെ മനസ്സിൽ ചിന്തകളെ ശ്രദ്ധിക്കുക. ചിന്തകൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിർത്തിക്കഴിഞ്ഞാലാണ് ഈ എക്സസൈസിൻ്റെ ഉദ്ദേശം. നമുക്ക് അത് പാസ്റ്റിലാണെന്ന് വെച്ചാൽ മെല്ലെ നിങ്ങളുടെ ബ്രീത്തിൽ ശ്രദ്ധിച്ച് അതിനെ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് കൊണ്ടുവരിക. അത് വേറെ എവിടെയെങ്കിലും അതായത് ഫ്യൂച്ചറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ വറീസ് വരികയാണെന്ന് വെച്ചാൽ അതിന് പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് നിങ്ങളുടെ ശ്വാസത്തിലോ ബോഡിയുടെ സെൻസേഷനിലോ ശ്രദ്ധിച്ചിട്ട് അതിനെ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് കൊണ്ടുവരും. ഈ പ്രാക്ടീസ് കുറച്ച് നേരം തുടരും. മെല്ലെ കണ്ണുതുറക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഏറ്റവും വലിയ ഡ്രീംസുകൾ കാണാണ്. ആ ഡ്രീംസൊക്കെ ഫുൾഫില്ലായിട്ട് നിങ്ങൾ സന്തോഷത്തിൽ എത്ര സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവുമോ, എത്ര ഇതുണ്ടാവുമോ അതൊക്കെ ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾ നന്ദി പറയുകയാണ് എല്ലാ സൗഭാഗ്യങ്ങൾക്കും. അതായത് ആ ഡ്രീംസ് ഫുൾഫില്ലായതിന്, ഇന്നുള്ള എല്ലാ സന്തോഷങ്ങൾക്കും, ഭാവിയിൽ വരാനുള്ള എല്ലാ സന്തോഷങ്ങൾക്കും നന്ദി പറയുകയാണ്. അതേസമയം നിങ്ങളുടെ ഡ്രീംസിനെ ഫുള്ളായിട്ട് ഓർക്കുകയും കൂടെ ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ധ്യാനിക്കുകയാണ്. തോട്ട് വന്നാലും കുഴപ്പമില്ല.
അതിനെ ശ്രദ്ധിക്കേണ്ട, നിങ്ങളെ ശ്രദ്ധിക്കുക. അതായത് ആത്മാവ് എന്നുള്ള എനർജിയെ ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ രാവിലെ സൈലൻ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 21 ഡേയ്സൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ യഥാർത്ഥ സ്വരൂപമായ ആ ആത്മാവ് നമ്മൾ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മളിന്ന് പ്രാക്ടീസ് അവസാനിപ്പിക്കുകയാണ്. ഇത് കണ്ട എല്ലാവർക്കും നന്ദി. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്കും ഫലം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.